ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. വാക്വം ഡെലിവറിയിലൂടെ പിറന്ന കുഞ്ഞിന്റെ വലത് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതായാണ് പരാതി. 2 മാസത്തിനുള്ളിൽ കൈ ശരിയാകും എന്നാണ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞിന് കൈ ഉയർത്താൻ കഴിയുന്നില്ലെന്ന് മാതാപിതാക്കൾ ആശുപത്രി സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. കുഞ്ഞിനെ ഡെലിവറി സമയത്ത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് ചെറിയൊരു കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളത് പ്രകാരം ജനറൽ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി ചെയ്യുമായിരുന്നു. പക്ഷേ 2 മാസമായി ഇപ്പോൾ കുഞ്ഞിന് എന്നിട്ടും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലൈൻറ്റ് ആരോഗ്യമന്ത്രിക്ക് കൊടുത്തതും ഇപ്പോൾ സൂപ്രണ്ടിനും കൊടുത്തു, SP സാറിനും കൊടുത്തു. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ ഒരുപോലെ രക്ഷിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നടത്തുന്ന ഇൻസ്ട്രുമെന്റൽ ഡെലിവറി സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ലെന്നും വാക്വം ചെയ്യുമ്പോഴുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ 6 മാസം മുതൽ 1 വർഷത്തിനിടയിൽ സാധാരണ നിലയിലാകുമെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ഇൻസ്ട്രുമെന്റ് ഡെലിവറി എന്ന് പറയുന്നത് ആ നിമിഷത്തിൽ അമ്മയുടെയും കുഞ്ഞിനെയും രക്ഷിക്കുക എന്നുള്ള ഒരു അടിയന്തര ഘട്ടത്തിൽ മാത്രമാണ് ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ നോർമൽ കോഴ്സിൽ പ്രസവിക്കുന്ന പോലെ നമ്മൾ പ്രസവിക്കാനായിട്ട് വിടത്തുള്ളൂ. പക്ഷേ ഇതൊരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ നമുക്ക് എത്രയും വേഗം രക്ഷിക്കണം. അങ്ങനെയുള്ള നമുക്ക് സിസേറിയൻ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ വിത്തിൻ 1 or 2 minutes നമുക്ക് ബേബിയെ പുറത്തെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സിസേറിയൻ ടേബിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റ് ഡെലിവറി വരുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം നോൺ കോംപ്ലിക്കേഷൻസ് ആണ്, അതിന് അസോസിയേറ്റഡ് ആയിട്ട് തന്നെ വരുന്നത് തന്നെയാണ്. അതിപ്പോൾ ഏതൊരു കാര്യത്തിന് നമുക്കൊരു നല്ലതും ചീത്തയും ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ചീത്ത കാര്യം നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം കുഞ്ഞിന് ആരോഗ്യത്തോടെ കിട്ടുമെങ്കിൽ നമുക്കതിലേക്ക് പോകേണ്ടി വരും. വാക്വം ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ 2 പരാതികൾ ലഭിച്ചതായും അത് പരിശോധിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തി അറിയിച്ചു. അപ്പം ഡോക്ടർ പുഷ്പ ഇവിടുത്തെ ഒരു ലീഡിങ് ഗൈനക്കോളജിസ്റ്റാണ്. ഒരു വർഷം ധാരാളമായിട്ട് പേഷ്യൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒരുപാട് കേസസ് ഉള്ളതായ ഒരു ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോഴും നമ്പർ ഓഫ് പ്രഗ്നൻസി അനുസരിച്ചിട്ടും അല്ലേ നമുക്കൊരു കോംപ്ലിക്കേഷൻസ് വരും. പിന്നെ ഇപ്പോൾ ആദ്യത്തെ ഒരു പരാതി ഉണ്ടായിരുന്നുള്ളൂ, 2ാമത്തെ പരാതി ഇന്ന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടി വരും. ജനം, ആലപ്പുഴ.